ഗൾഫിലെ എല്ലാ രാജ്യങ്ങളും നേരത്തെ തന്നെ സഹോദര രാജ്യങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. എപ്പോഴും പലപ്പോഴും അവര് ഇടയ്ക്കിടെ അവർ പരസ്പരം സന്ദർശനം നടത്തുകയും എപ്പോഴും ഐക്യത്തോടെ തന്നെയാണ് ചെറിയ ചെറിയ ഇഷ്യൂകൾ ഇടയ്ക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിലും പലപ്പോഴും ഐക്യത്തോടെ തന്നെയാണ് അവർ എപ്പോഴും മുന്നോട്ട് പോയിട്ടുള്ളത്. ഈ ഒരു സംഭവത്തോടെ തീർച്ചയായിട്ടും ഒരു ഒറ്റക്കെട്ടായി നിന്ന് നേരിടാൻ തന്നെയാണ് അവരുടെ തീരുമാനം. അത് യുഎഇയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ വ്യോമസേനയും വ്യോമ പ്രതിരോധ സേനയും വളരെയധികം സജ്ജമാണ്. ഇവിടെ ഇപ്പൊ ഉണ്ടായിട്ടുള്ള എല്ലാ ആക്രമണങ്ങളും ഒരു പരിധിവരെ അവർ നേരിട്ടിരിക്കുകയാണ്. ഇതുവരെയുള്ള ആക്രമണങ്ങളിൽ ആകെ 3 പേര് മാത്രമാണ് മരിച്ചിട്ടുള്ളത്. കുറച്ചു പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിലൊരു ഇന്ത്യക്കാരനുമുണ്ട്. അതിലുപരി മരണം വലിയ ഒരു എന്നതിനപ്പുറം മരണഭയത്തിലാണ് ആളുകൾ എന്നുള്ളതാണ് അല്ലേ? ഈ കെട്ടിടങ്ങൾക്ക് മുകളിലേക്ക് വന്ന് വീഴുന്ന സ്ഫോടനങ്ങൾ, പുക ഉയരുന്നത് ഒക്കെ നേരിട്ട് കാണുന്ന ഒരു സാഹചര്യം പലരായി നമുക്ക് ദൃശ്യങ്ങൾ അയച്ചു തരികയാണ്. അതെ, അതെ, അതെ. നമുക്ക് ഇതുവരെ കേട്ട യുദ്ധത്തിന്റെ അല്ലെങ്കിൽ ഒരു ആക്രമണത്തിന്റെ വിഷ്വൽസ് മാത്രമേ നമുക്ക് അറിയാവുള്ളൂ. പക്ഷേ ഇപ്പോൾ പലരും നേരിട്ട് കേട്ടിരിക്കുന്നു. പ്രത്യേകിച്ച് പ്രവാസി മലയാളികൾ, വീട്ടമ്മമാരൊക്കെ വല്ലാതെ ഭയന്നു പോകുന്നുണ്ട്. തീർച്ചയായിട്ടും അത് നമ്മൾ നേരിട്ട് പലരും കണ്ടിട്ടുണ്ട്. അത്തരം ആക്രമണങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ അത് ഒരു വളരെ ചെറിയൊരു ശതമാനം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ നാട്ടിലൊക്കെ കേൾക്കും പോലെ വലിയ ഒരു ഭീതിജനകമായ ഒരു അന്തരീക്ഷം ഇവിടെ ഇല്ല. ഇപ്പോഴും ഇവിടുത്തെ സാധാരണ ലൈഫ് തന്നെയാണ് ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.